ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. രാവിലെ ശരണ്യയുടെ ഭർത്താവ് രവി ഓഫീസിലേക്ക് പോകുന്നു. ഇതേ സമയം ജ്യോതി ശരണ്യയുടെ അടുത്തേക്ക് പോകുന്നു. ജ്യോതി ശരണ്യയോട് ചോദിച്ചു, ശരണ്യ നീ ഇപ്പോൾ ഓക്കെ അല്ലേ? ആ ജ്യോതി, ഞാൻ ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല. നന്ദിയുണ്ട് ഇന്നലെ എന്നെ സഹായിക്കാൻ വന്നതിന്. ആ ശരണ്യ, പിന്നെ എന്താ എനിക്ക് ഇന്നലെ സംഭവിച്ചത്? അന്ന് വ്യക്തമായിട്ട് പറഞ്ഞേ. അപ്പോൾ ശരണ്യ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. ആ സമയത്ത് വണ്ടി പഞ്ചറായി. രവി അത് നോക്കാൻ ഇറങ്ങിയതാ. അപ്പോൾ കാട്ടിൽ നിന്നും ഒരു വെട്ടം ഞാൻ കണ്ടു. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി നോക്കാനായിട്ട് പോയി. ആ സമയത്താണ് ഞാൻ ആ ചുടലയെ കാണുന്നത്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ആ ചുടല എൻ്റെ ശരീരത്തിലും കയറി. പിന്നെ എന്താണെന്ന് നടന്നതെന്ന് എനിക്കൊരു ഓർമ്മയുമില്ല. ഇന്നലെ നീ വന്നെന്നെ സഹായിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ കാട്ടിലാണെന്ന് പോലും. ആ അതല്ല ശരണ്യ, നീ ഈ കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ. യമുനമ്മയ്ക്ക് ഇത് അറിഞ്ഞാൽ ഒരുപാട് ഭയക്കും. ആ ശരി ജ്യോതി, ഞാൻ പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ജ്യോതി മുകളിലെ ആ അറയിലേക്ക് പോയി. ആ മുറി തുറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ജ്യോതി സ്വയമേ പറഞ്ഞു, ഈ മുറി ആരാ തുറന്നത്? ഈ മുറിയിൽ നിന്നല്ലേ ഞാൻ ആ സ്ത്രീയുടെ ശബ്ദം കേട്ടത്. ജ്യോതി ആ മുറിയിലേക്ക് കയറി. ഇവിടെ നല്ല പൊടിയാണല്ലോ, എത്ര വർഷമായി പൂട്ടിയിരിക്കുന്നത് എന്തോ. അപ്പോൾ ജ്യോതി ഒരു ചിത്രം കാണുന്നു. ഇത് ഞാൻ അന്ന് ആ പഴയ കൊട്ടാരത്തിൽ കണ്ട അതേ ചിത്രമില്ലേ? ഇനി ഈ മുറിയിൽ ഉണ്ടായിരുന്നത് ഈ സ്ത്രീ ആയിരിക്കുമോ? ജ്യോതി സംശയത്തോടെ അവിടെ നിന്നു. ഇതേ സമയം ചുടല അവളുടെ യജമാനനോട് സംസാരിക്കുകയായിരുന്നു. ചുടല പറഞ്ഞു, പ്രഭു എന്നോട് ക്ഷമിക്കൂ, ആ രത്നം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. നീ എന്താ പറയുന്നത്? ആ രത്നം എനിക്ക് എങ്ങനെ കിട്ടിയേ തീരൂ. ആ രത്നം എനിക്ക് വേണം, എങ്കിൽ മാത്രമാണ് നിനക്ക് ആ വരം ഞാൻ തരൂ. അങ്ങനെ പറയില്ലേ പ്രഭു, ആ നാഗരത്നം ഇനി എനിക്ക് ഒരിക്കലും എടുക്കാൻ കഴിയില്ല. ഒരു വഴി എനിക്ക് പറഞ്ഞതാ പ്രഭു. ശരി, ഞാൻ നിനക്ക് ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നയനയുടെ മൂത്ത സഹോദരിയെ വെച്ച് നീ ആ രത്നം എടുക്കണം. അതെങ്ങനെ? നയനക്ക് സ്വന്തം എന്ന് പറയാൻ ആ ഒരു സഹോദരി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവളെ വെച്ച് നീ ഒരു കളി കളിച്ചാൽ ആ രത്നം നമുക്ക് കിട്ടും. നീ ഈ പറഞ്ഞ കാര്യം വേഗം പോയി ചെയ്തിട്ട് വാ. അതിനുശേഷം ആ നാഗരത്നം എനിക്ക് കൊണ്ടുതാ. ശരി പ്രഭു, ഞാൻ ഇപ്പോൾ തന്നെ പോകാം. ഇതേ സമയം ഗുരുദേവൻ നയനയുടെ മൂത്ത സഹോദരിയായ നന്ദിനിയോട് സംസാരിക്കുകയായിരുന്നു. ആ മോളെ നന്ദിനി, ഇനി കുറച്ച് നാളും കൂടിയുള്ളൂ നിനക്ക് മനുഷ്യരൂപം കിട്ടാൻ. വാ, നമുക്ക് ഇന്നത്തെ പൂജ ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദിനിയെ അവിടെ കാണുന്നില്ലായിരുന്നു. ഗുരുദേവൻ സുവർണയെ വിളിച്ചു. ഗുരുദേവ, എന്താ എന്നെ വിളിച്ചത്? എന്തു പറ്റി? മോളെ സുവർണെ, നന്ദിനിയെ കാണുന്നില്ല മോളെ. എന്താ ഗുരുദേവ പറയുന്നേ? അതെ, ഞാനിവിടെ നന്ദിനിയെ കുറേയൊക്കെ അന്വേഷിച്ചു. പൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും പൂക്കളൊക്കെ ഞാൻ എടുക്കാൻ പോയതാ. തിരിച്ചു വന്നപ്പോൾ നന്ദിനിയെ കാണുന്നില്ല. മോളെ, നീ വേഗം നയനെ വിളിക്കേ. നയനയോട് ഈ കാര്യം പറയണം. അതിനുശേഷം നന്ദിനി എവിടെയാണെന്ന് നിങ്ങൾ അന്വേഷിക്കണം. ശരി ഗുരുദേവൻ, ഞാൻ ഇപ്പം തന്നെ വിളിക്കാം. ഗുരുദേവൻ ജ്ഞാനദൃഷ്ടിയിൽ നന്ദിനി എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നയന അവിടേക്ക് വന്നു. എന്താ സുവർണെ, എന്തെന്നെ പെട്ടെന്ന് വിളിച്ചത്? നയനെ, നന്ദിനിയെ കാണുന്നില്ല. നന്ദിനിയെ കാണുന്നില്ലെന്നോ? നീ എന്താ പറയുന്നേ? അതേ മോളെ, നന്ദിനിയെ കാണുന്നില്ല. ഗുരുദേവ, എവിടെയുണ്ട് നന്ദിനി? അവൾ എവിടെയാണ് പോയത്? അവൾക്ക് എന്താ സംഭവിച്ചത്? നന്ദിനിയെ ആ ചുടല പിടികൂടിയിരിക്കുകയാണ്. എന്താ ഗുരുദേവ പറയുന്നേ? അതേ നയനെ, ഞാൻ പൂജ ചെയ്യാൻ വേണ്ടി നന്ദിനിയെ അന്വേഷിച്ചു. അപ്പോൾ നന്ദിനി ഇവിടെ ഒന്നും കണ്ടില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആ ചുടല നന്ദിനിയെ പിടികൂടിയിരിക്കുകയാണെന്ന്. ഗുരുദേവ, നന്ദിനി എവിടെയാണെന്നൊന്ന് പറ. ആ ചുടല നന്ദിനിയെ ഇതേ കാട്ടിൽ ഒരു സ്ഥലത്ത് ബന്ധിച്ചു വച്ചിരിക്കുകയാണ്. വേഗം അവളെ രക്ഷിക്കണം നയനെ. ശരി, ഞാനും സുവർണയും
ആ ചുടലയുടെ കയ്യിൽ നിന്ന് നന്ദിനിയെ രക്ഷിക്കാൻ പോവുകയാണ് ഗുരുദേവ. നന്ദിനി, ഞാൻ വന്നു കഴിഞ്ഞു നിന്നെ രക്ഷിക്കാൻ. ആ ചുടലയുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഞാൻ വന്നു കഴിഞ്ഞു നന്ദിനി. നയനയും സുവർണയും നന്ദിനിയെ രക്ഷിക്കാനായിട്ട് പോകുന്നു. അടുത്ത വാരം കാണൂ വാസുകിയിൽ. ചുടലയുടെ കയ്യിൽ നിന്നും നന്ദിനിയെ രക്ഷിക്കാൻ നയനക്കും സുവർണക്കും കഴിയുമോ? ചുടലയുടെ അന്ത്യം കുറിച്ച് ജ്യോതി. കാണൂ ത്രസിപ്പിക്കുന്ന എപ്പിസോഡുകളിലേക്ക് വാസുകി. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മണിക്ക് SHV സ്റ്റുഡിയോസിൽ. മറക്കാതെ കാണുക.